2. Paper boats. Can you see the capital letters and small letters in the columns given? Color the column with capital letters in blue. Color the columns with small letter in brown. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. അതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ബ്ലൂ കൊണ്ട് കളർ ചെയ്യാനും സ്മോൾ ലെറ്റേഴ്സ് ബ്രൗൺ കൊണ്ട് കളർ ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. കളർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു പിക്ചറാണ് ലഭിക്കുന്നത്. വാട്ട് ഡു യു ഫൈൻഡ് ഹിയർ? എന്താണ് നിങ്ങൾ അതിൽ കണ്ടത്? യെസ്, ഇറ്റ്സ് എ പേപ്പർ ബോട്ട്. ലെറ്റ്സ് മേക്ക് എ പേപ്പർ ബോട്ട്. ഡു യു ലൈക്ക് ദി ബോട്ട്? ക്യാൻ യു നെയിം ദി ബോട്ട്? Say something about your boat. Now, let's read the story of a paper boat. നമുക്ക് നേരെ ഇനി ചാപ്റ്ററിലേക്ക് പോകാം. Paper boats. Did you see this picture? What was the girl doing there? Is she making paper boats? Who was standing beside her? Let's read out the chapter. Down the stream. Stream എന്ന് പറഞ്ഞാൽ അരുവി. Anna gently walked toward the stream of muddy rainwater. She went a little and launched a paper boat. It sailed down the stream, swiftly and proudly. She went on placing a number of paper boats in the stream. She was delighted. Suddenly, something horrible happened. Anna gently walked toward the stream of muddy rainwater. അന്ന പതിയെ ചെളി നിറഞ്ഞ മഴവെള്ളത്തിൻ്റെ തീരൊഴുക്കിലേക്ക് നടന്നു. ഷീ ബെൻഡ് എ ലിറ്റിൽ ആൻഡ് ലോഞ്ച്ഡ് എ പേപ്പർ ബോട്ട്. അവൾ അല്പം കുനിഞ്ഞ് ഒരു കടലാസ് ബോട്ട് നമ്മുടെ അരുവിയിൽ നിക്ഷേപിച്ചു. ഇറ്റ് സെയിൽഡ് ഡൗൺ ദ സ്ട്രീം സ്വിഫ്റ്റ്ലി ആൻഡ് പ്രൗഡ്ലി. അത് വേഗത്തിൽ അഭിമാനത്തോടെ അരുവിയിലൂടെ സഞ്ചരിച്ചു. She went on placing a number of paper boats in the stream. അങ്ങനെ അവൾ ഒരുപാട് പേപ്പർ ബോട്ട്സ് അല്ലെങ്കിൽ കടലാസ് ബോട്ട് അവൾ അരുവിയിൽ നിക്ഷേപിച്ചു. She was delighted. അവൾ സന്തോഷിച്ചു. Suddenly something horrible happened. പെട്ടെന്ന് തന്നെ ഭയാനകമായ എന്തോ ഒന്ന് സംഭവിച്ചു. What could be the horrible thing? An angry girl. A fat boy pounced on one of her boat and pulled it. He turned the boat upside down. Anna stared at the boy. He was fat and dirty. He did not mind Anna's angry face. Anna ran home. A fat boy pounced on one of her boats and pulled it. തടിച്ച ഒരു ആൺകുട്ടി അവളുടെ ഒരു ബോട്ടിൽ കുതിച്ചു വലിച്ചു. He turned the boat upside down. അവൻ അത് തല കീയെ അല്ലെങ്കിൽ തല മറിച്ചു വെച്ചു. അവളുടെ ബോട്ട് അവൻ തല മറിച്ചു വെച്ചു. Anna stared at the boy. അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. He was fat and dirty. വളരെ തടിച്ചിട്ടും അതുപോലെ അവൻ്റെ ശരീരത്തിൽ ആകെ വൃത്തികേടുമായിരുന്നു. ഹി ഡിഡ് നോട്ട് മൈൻഡ് അന്നാസ് ആംഗ്രി ഫേസ്. അവൻ അവളുടെ ദേഷ്യപ്പെട്ട മുഖത്തെ അവന് കാര്യമാക്കിയതേ ഇല്ല. അന്ന റാൻ ഹോം. അവൾ വീട്ടിലേക്ക് ഓടി. വൈ ഡിഡ് ദ ബോയ് പൗൺസ് ഓൺ ദ ബോട്ട്? വാട്ട് വുഡ് അന്ന ഡു നൗ? എ സൊല്യൂഷൻ. Anna's aunt Arundhati was sitting in an armchair. Anna's face was red with anger. She pouted her lips and said, "That naughty boy, he overturned my boat." She said, "Don't worry, I will make another one for you." Aunt Arundhati tried to console her. "What if he takes that one too?" "Okay then, I will make a few more for you." Anna's aunt Arundhati was sitting in an armchair. അന്നയുടെ അമ്മായി അരുന്ധതി ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു.
അന്നാസ് ഫേസ് വാസ് റെഡ് വിത്ത് ആങ്കർ. അവളുടെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു. ഷീ പൗട്ടഡ് ഹെർ ലിപ്സ് ആൻഡ് സെഡ്. അവൾ പതിയെ അവളുടെ ചുണ്ടുകൾ തുറന്നിട്ട് പറഞ്ഞു, ദാറ്റ് നോട്ടി ബോയ്, ആ വികൃതിയായ കുട്ടി. ഹി ഓവർടേൺഡ് മൈ ബോട്ട്. അവൻ എൻ്റെ ബോട്ട് തല കുത്തനെയിട്ടു. ഷി സെഡ്. അവൾ പറഞ്ഞു. ഡോണ്ട് വറി, വിഷമിക്കേണ്ട. ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു. ഞാൻ നിനക്ക് വേറൊരെണ്ണം ഉണ്ടാക്കി തരാം എന്ന് അവളുടെ ആൻറ്റി പറഞ്ഞു. ഓൺ അരുന്ധതി ട്രൈ ടു കൺസോൾ ഹെർ. അവളുടെ ആൻറ്റിയായ അവളുടെ അമ്മായി അവളെ സമാധാനിപ്പിച്ചു. വാട്ട് ഇഫ് ഹി ടേക്സ് ദാറ്റ് വൺ ടു? അവൻ ഇതും എടുക്കുകയോ ചെയ്താൽ എന്ത് ചെയ്യും? അവന് ഈ ബോട്ടും എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ ദെൻ ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ ഫോർ യു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് വേറെ ഒരുപാട് ബോട്ട് ഉണ്ടാക്കി തരാമെന്ന് അവൾ ആൻറ്റി പറഞ്ഞു. ഇനി എന്ത് ചെയ്യും അവർ? നമുക്ക് കഥ വായിച്ചു നോക്കാം. വാട്ട് ഇഫ് ഹി ടേക്ക് ഓൾ ഓഫ് ദം? നോ, ഹി വോണ്ട്. I will make a few for him as well. But why should you make boats for him? He seems to be a poor child. Then why can't he make them himself? He is so big. Maybe no one has taught him how to make boats. Why doesn't he go to school? He is so rude. Aunt Arundhati just smiled. What if he take all of them? അവൻ എല്ലാം അവൻ ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിലോ? നോ, ഹി വോണ്ട്. അങ്ങനെ അവൻ ചെയ്യില്ല. ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ. അങ്ങനെയാണെങ്കിൽ അവന് ഞാൻ വേറെ കുറച്ച് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം? എന്തിനാണ് നീ ആൻറ്റി അവന് ബോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഹി സീംസ് ടു ബി എ പുവർ ചൈൽഡ്. അവൻ ഒരു പാവം കുട്ടിയാണെന്ന് തോന്നുന്നു. ദെൻ വൈ കാൺ ഹി മേക്ക് ദം ഹിംസെൽഫ്? അങ്ങനെയാണെങ്കിൽ അവൻ എന്താ സ്വയം ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. ഹീ ഈസ് സോ ബിഗ്. അവൻ വളരെ വലുതാണ്. മേ ബി നോ വൺ ടോട്ട് ഹിം ഹൗ ടു മേക്ക് ബോട്ട്സ്. അവനെ ആരും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല എങ്ങനെ ബോട്ട് ഉണ്ടാക്കണമെന്ന്. വൈ? എന്തുകൊണ്ട്? ഡസൻ ഹി ഗോ ടു സ്കൂൾ? അവൻ സ്കൂളിലൊന്നും പോയിട്ടില്ലേ? ഹീ ഈസ് സോ റൂഡ്. അവൻ അപമര്യാദയായിട്ടാണ് പെരുമാറുന്നത്. ആണ്ട് അരുന്ധതി ജസ്റ്റ് സ്മൈൽ. ഇതെല്ലാം കേട്ടപ്പോൾ അവളുടെ അമ്മായി അരുന്ധതി ഒന്ന് പുഞ്ചിരിച്ചു. വാട്ട് വാസ് ആണ്ട് അരുന്ധതി റെസ്പോൺസ് വെൻ അന്ന കംപ്ലൈൻഡ് അബൌട്ട് ദ ബോയ്? ദ ബോയ് ഈസ് സോ റൂഡ്. വൈ ഡിഡ് അന്ന സേ സോ? Aunt wanted to make paper boat for the boy too. Do you agree with her? Good guidance. ചിത്രത്തിൽ നമുക്ക് കാണാം അവളുടെ അമ്മായിയോട് അവൾ എന്തോ സംസാരിച്ചിരിക്കുന്നത്. അവളുടെ അമ്മായി അതുപോലെ പേപ്പർ ബോട്ട്സ് കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതും നമുക്ക് കാണാം. നമുക്ക് ചാപ്റ്ററിലേക്ക് പോയി നോക്കാം. In no time, a boat was ready, and then a few more. Finally, she gave all the boats to Anna and said, "Here, go and have fun." Clutching the boats tightly, Anna started walking hastily toward the stream. The boy was still there. He looked at her curiously. Anna took out two not so good boats and held them out. Here you are. She handed the boats over to the boy. Without the trace of smile, the boy took them and just stood there quietly. He did not know what to say. In no time, a boat was ready and then a few more. ആ സമയം കൊണ്ട് ഒരു ബോട്ട് റെഡി ആയിരുന്നു. ആൻഡ് ദെൻ എ ഫ്യൂ മോർ. പിന്നെ അങ്ങോട്ട് കുറച്ച് സമയമെടുത്ത് വേറെ കുറച്ചും അവളുടെ ആൻറ്റി ബോട്ട് ഉണ്ടാക്കി കൊടുത്തു. ഫൈനലി ഷീ ഗേവ് ഓൾ ദ ബോട്ട്സ് ടു അന്ന. അങ്ങനെ അവസാനം എല്ലാ നിർമ്മിച്ച ബോട്ടും അവൾക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹിയർ ഗോ, ഇതാ നീ പിടിച്ചോ, ആൻഡ് ഹാവ് ഫൺ, എന്നിട്ട് നീ പോയി കളിച്ചോ എന്ന് അവളുടെ ആൻറ്റി പറഞ്ഞു. ക്ലച്ചിങ് ദ ബോട്ട്സ് ടൈറ്റ്ലി, അന്ന സ്റ്റാർട്ട് വാക്കിംഗ് ഹെസ്റ്റൻ്റ്ലി ടുവേർഡ് ദ സ്ട്രീം.
അവളുടെ ബോട്ടൊക്കെ ആ പേപ്പർ ബോട്ട്സൊക്കെ അവൾ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ നടന്നു നീങ്ങി അരുവിക്കടുത്തേക്ക്. ദ ബോയ് വാസ് സ്റ്റിൽ ദർ. അവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഹി ലുക്ക്ഡ് അറ്റ് ഹെർ ക്യൂരിയോസ്ലി. അവൻ വളരെ അത്ഭുതത്തോടെ അവളെ നോക്കിക്കൊണ്ടേ നിന്നു. അന്ന took out two not so good boats and held them out. അന്ന അവളുടെ കയ്യിൽ നിന്നും അധികം കുഴപ്പമില്ലാത്ത എന്നാൽ നല്ല കാണാൻ ഭംഗിയില്ലാത്ത ബോട്ട്സൊക്കെ എടുത്തുകൊണ്ട് അതിൽ നിന്നും എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹിയർ യു ആർ. ഇതാ പിടിച്ചോ, ഇത് നീ പിടിച്ചോ. ഷീ ഹാൻഡഡ് ദ ബോട്ട്സ് ഓവർ ടു ദി ബോയ് വിത്തൗട്ട് ദ ട്രേസ് ഓഫ് എ സ്മൈൽ. എന്നിട്ട് ഇത് അവൾ അവൻ്റെ കൈകളിലേക്ക് കൊടുത്തു. പക്ഷേ അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി പോലും ഇല്ലായിരുന്നു. ദ ബോയ് ടുക്ക് ദം ആൻഡ് ജസ്റ്റ് സ്റ്റുഡ് ദർ ക്വയറ്റ്ലി. ആ കുട്ടി അത് അവളിൽ നിന്നും വാങ്ങിച്ചു. എന്നിട്ട് അവിടെ തന്നെ നിന്നു, ഒരു അക്ഷരം പോലും മിണ്ടാതെ. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. അവൻ അറിയില്ലായിരുന്നു എന്തു പറയണമെന്ന്. എ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. Anna gently launched her boat. Swiftly the boat sailed down the stream. The boy stood there watching it. A faint smile appeared on his lips. Anna looked at the boy through the corner of her eyes. Suddenly, she saw the boat getting caught in a heap of mud and stones. Water splashed against it and slowly flooded it. In a flash, the boy jumped into the stream, pulled the boat out of the water. He gave it to Anna. She took the boat and smiled. The boy smiled back pleasantly. Anna gently placed another boat in the stream. It sailed swiftly and drifted past. Soon it was out of sight. Anna and the boy looked at each other and smiled. Anna gently launched her boat. അന്ന അവളുടെ കയ്യിലുള്ള ഒരു ബോട്ട് അത് വെള്ളത്തിൽ നിക്ഷേപിച്ചു. Swiftly the boat sailed down the stream. അത് വേഗത്തിൽ ആ ബോട്ട് അരുവിക്ക് കരയിലേക്ക് സഞ്ചരിച്ചു. The boy stood there watching it. അതെല്ലാം ഈ കുട്ടി നോക്കിക്കൊണ്ട് നിന്നിരുന്നു. A faint smile appeared on his lips. ഒരു മങ്ങിയ പുഞ്ചിരി അവൻ്റെ ചുണ്ടുകളിൽ നിന്നും വിടർന്നു. Anna looked at the boy through the corner of her eyes. അന്ന ഇതെല്ലാം പതിയെ അവളുടെ ഇടക്കണ്ണിട്ട് അവൾ നോക്കുന്നുണ്ടായിരുന്നു. Suddenly she saw the boat getting caught in a heap of mud. പെട്ടെന്ന് തന്നെ അവളുടെ ബോട്ട് ചെളിയിലും അതുപോലെ തന്നെ കല്ലുകൾക്കിടയിൽ കുടുങ്ങുന്നത് അവൾ കണ്ടു. വാട്ടർ സ്പ്ലാഷ്ഡ് അഗെയിൻസ്റ്റ് ഇറ്റ് ആൻഡ് സ്ലോലി ഫ്ലഡഡ് ഇറ്റ്. അതിനെതിരെ വെള്ളം തെറിച്ചു, അത് പതുക്കെ നിറഞ്ഞു. ഇൻ എ ഫ്ലാഷ്, പെട്ടെന്ന് ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം ആൻഡ് പുള്ളഡ് ദ ബോട്ട് ഔട്ട് ഓഫ് ദി വാട്ടർ. ആ കുട്ടി വെള്ളത്തിലേക്ക് ചാടി, ആ അരുവിയിലേക്ക് ചാടി. എന്നിട്ട് ആ ബോട്ട് അങ്ങോട്ട് വലിച്ചെടുത്തു, വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തു. ഹി ഗേവ് ഇറ്റ് ടു അന്ന. എന്നിട്ട് അത് അന്നയ്ക്ക് കൊടുത്തു. ഷി ടുക്ക് ദ ബോട്ട് ആൻഡ് സ്മൈൽ. അവൾ അത് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു, എന്നിട്ട് പുഞ്ചിരിച്ചു. ദ ബോയ് സ്മൈൽഡ് ബാക്ക് പ്ലസൻ്റ്ലി. അന്ന ജെൻലി പ്ലേസ്ഡ് അനദർ ബോട്ട് ഇൻ ദ സ്ട്രീം. സന്തോഷത്തോടെ അവന് തിരികെയും പുഞ്ചിരിച്ചു. അന്ന ജെൻലി പ്ലേസ്ഡ് അനദർ ബോട്ട് ഇൻ ദ സ്ട്രീം. അവൾ പതിയെ വേറൊരു ബോട്ട് വെള്ളത്തിൽ വിക്ഷേപിച്ചു. ഇറ്റ് സെയിലഡ് ഷിഫ്റ്റ്ലി ആൻഡ് ഡ്രിഫ്റ്റഡ് പാസ്റ്റ്. അത് അതിവേഗം സഞ്ചരിച്ച് ഭൂതകാലത്തിലേക്ക് വഴിമാറി. സൂൺ ഇറ്റ് വാസ് ഔട്ട് ഓഫ് സൈറ്റ്. പെട്ടെന്ന് തന്നെ താമസിയാതെ അത് കാണാതെയായി. അന്ന ആൻഡ് ദ ബോയ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ആൻഡ് സ്മൈൽഡ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പുഞ്ചിരിച്ചു. വാട്ട് മെയ്ഡ് അന്ന ഹാപ്പി?
വൈ ഡിഡിൻ ദ ബോയ് ഡിസ്ട്രോയ് അന്നാസ് ബോട്ട്? എന്തുകൊണ്ടാണ് അന്ന ഹാപ്പി ആയത്? എന്തുകൊണ്ടാണ് ആ കുട്ടി അന്നയുടെ ബോട്ട് നശിപ്പിച്ചു കളയാഞ്ഞത്? എങ്ങനെയുണ്ട് കൂട്ടുകാരെ? കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? 1 മുതൽ 5 വരെയുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കേൾക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്